ഇറാനിയൻ പ്രതിഷേധക്കാർ ടെഹ്റാന്റെ ശത്രുക്കളെ പിന്തുണച്ചാൽ അവരെ ശത്രുക്കളായി കണക്കാക്കും. ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കുന്ന പൗരന്മാർക്കെതിരെ പരസ്യ ഭീഷണിയുമായി ഇറാൻ. ശത്രുക്കളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായി ആരെങ്കിലും മുന്നോട്ട് വന്നാൽ ഞങ്ങൾ അവരെ ഇനി വെറും പ്രതിഷേധക്കാരായി കാണില്ല, മറിച്ചൊരു ശത്രുവായി കാണുമെന്നാണ് ദേശീയ പോലീസ് മേധാവി അഹമ്മദ് റേസ റദാൻ ഭീഷണി മുഴക്കിയത്. ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം ഉയർത്തിയാൽ ഒരു ശത്രുവിനോട് ചെയ്യുന്നത് പോലെ നമ്മൾ അവരോടും ചെയ്യും. ശത്രുക്കളോട് എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ നമ്മൾ അവരോടും പെരുമാറും. നമ്മുടെ എല്ലാ സേനകളും സജ്ജരാണ്. കൈകൾ കാഞ്ചിയിൽ പിടിച്ച് വിപ്ലവത്തെ പ്രതിരോധിക്കാൻ അവർ സജ്ജരാണെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളെ ജനുവരിയിൽ സർക്കാർ ക്രൂരമായി അടിച്ചമർത്തിയിരുന്നു. US ആസ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തത് പ്രകാരം 7000-ലധികം ഇറാനിയൻ പൗരന്മാരാണ് പ്രതിഷേധത്തിനെതിരെ ഭരണകൂടം നടത്തിയ പോലീസ് നടപടിയിൽ കൊല്ലപ്പെട്ടത്. അതേസമയം ശത്രു രാജ്യങ്ങൾക്കായി ചാരപ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് വിദേശ പൗരനടക്കം 30 പേരെ ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തു. പിടിയിലായവർ അമേരിക്കയ്ക്കും ഇസ്രയേലിനും വേണ്ടി വിവരങ്ങൾ ചോർത്തുന്ന ഏജന്റുകളാണെന്നാണ് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ ഇന്റലിജൻസ് മന്ത്രാലയം നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. ചാരന്മാർ, സൈനിക ഓപ്പറേഷൻ ഏജന്റുമാർ, മാധ്യമ മേഖലയിലെ വെളിപ്പടയാളികൾ എന്നിങ്ങനെയാണ് പിടിയിലായവരെ ഇറാൻ വിശേഷിപ്പിച്ചത്. വടക്ക് കിഴക്കൻ പ്രവിശ്യയായ ഖൊറസാൻ റസാവിയിൽ നിന്നാണ് ഒരു വിദേശ പൗരൻ അറസ്റ്റിലായത്. ഇയാളുടെ ദേശീയത വെളിപ്പെടുത്തിയിട്ടില്ല. കൂടാതെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും വേണ്ടി 2 ഗൾഫ് രാജ്യങ്ങൾക്ക് സൈനിക സുരക്ഷാ വിവരങ്ങൾ കൈമാറിയതാണ് ഇയാൾക്കെതിരെയുള്ള പ്രധാന ആരോപണം. ഇയാൾ ശേഖരിച്ച രഹസ്യ വിവരങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ വഴി വാഷിംഗ്ടണിനും ഇസ്രയേലിനും ലഭ്യമായതായും റിഞ്ഞ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അറസ്റ്റിലായവരിൽ മറ്റൊരാൾക്ക് ഇറാന്റെ തെക്കുകിഴക്കൻ അതിർത്തി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സായുധ സംഘവുമായി ബന്ധമുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. ഇറാൻ സൈന്യത്തിന്റെ നീക്കങ്ങൾ, സുരക്ഷാ സേനയുടെ സ്ഥാനങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് കൈമാറുകയായിരുന്നു ഇയാളുടെ ചുമതലയെന്നാണ് ഉദ്യോഗസ്ഥർ ആരോപിച്ചത്. US ഇസ്രയേൽ സംഘർഷം കടുക്കുന്നതിനിടെ രാജ്യത്തിനുള്ളിലെ സുരക്ഷാ വീഴ്ചകൾ തടയുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ 3 കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. ഇന്ത്യയിലേക്ക് വരികയായിരുന്ന തായ് ചരക്ക് കപ്പലടക്കം 4 കപ്പലുകളിൽ പ്രൊജക്ട് ലൈറ്റുകൾ പതിച്ചതായി സമുദ്ര സുരക്ഷാ ഏജൻസികൾ അറിയിച്ചു. പ്രൊജക്ട് ലൈറ്റുകൾ പതിച്ചു കപ്പലിന് തീപിടിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്നതിനിടെ തായ് പതാകയുള്ള ചരക്ക് കപ്പൽ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് അടിയന്തര സഹായം നൽകുന്നതായി തായ് നാവികസേന അറിയിച്ചു. 23 ജീവനക്കാർ കപ്പലിൽ ഉണ്ടായിരുന്നതായും അവർ വ്യക്തമാക്കി. ഒമാൻ നാവികസേന 20 ജീവനക്കാരെ രക്ഷപ്പെടുത്തിയതായും ബാക്കിയുള്ള 3 പേരെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണെന്നും തായ് അധികൃതർ പറഞ്ഞിരുന്നു. തായ് കമ്പനിയായ പെർഷ്യസ് ഷിപ്പിംഗ് PCLന്റെ ഉടമസ്ഥതയിലുള്ള ബൾക്ക് കരിയറായ മയൂരി, നാരി എന്നീ കപ്പൽ UAE-യിലെ ഖലീഫ തുറമുഖത്തു നിന്ന് പുറപ്പെട്ട് ഗുജറാത്തിലെ കണ്ല തുറമുഖത്തേക്ക് വരികയായിരുന്നുവെന്നും AFP വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. തായ്ലാന്റ് നാവികസേന ആക്രമണം നടന്ന കപ്പലിന്റെ ചിത്രങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചതിന്റെയും പുക ഉയരുന്നതിന്റെ ചിത്രങ്ങളുമായിരുന്നു ഇത്. കപ്പലിന് 178 മീറ്റർ നീളവും 30,000 ടൺ ഭാരം വഹിക്കാനുള്ള ശേഷിയും ഉണ്ടെന്നായിരുന്നു തായ് നാവികസേന അറിയിച്ചത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.